ഹായ്, എല്ലാവരും എത്തിയല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഹായ് സൈലൻറി, ഹൗ ആർ യു? ദൂരത്തിൽ ചില്ലത്തൊട്ടില്ല, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ചില്ലറയൊന്നുമല്ല. ഓക്കെ, കേൾക്കാമോ? അതെ, ഒരു പഴയ വിഷയം കൊണ്ട് വന്നതാണേ. പുതിയ വിഷയങ്ങളൊന്നും ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല, എല്ലാം പഴയ വിഷയങ്ങളും. കുഞ്ഞോളെ ഒരു പോസ്റ്റ് ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിട്ടുള്ള താങ്ങാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ തിരിച്ചു താങ്ങാൻ വന്നതാ. അവക്ക് അത്ര അഹങ്കാരം പാടില്ല. അവക്ക് എന്നെ ഇട്ട് താങ്ങുമെങ്കിൽ ഞാൻ തിരിച്ചും താങ്ങും. 2 കൊല്ലം മുന്നേ എന്റെ പേരിൽ വന്ന കള്ളക്കേസിന്റെ വാർത്താ ലിങ്കുകൾ ഷെയർ ചെയ്ത് തമ്മാടിത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോടും അതിന്റെ ചുവട് പിടിച്ച് ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ. ഒരട്ട കാര്യം എന്റെ കൊച്ചിന് പറയാനുള്ളൂ. കേൾക്കാം. ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തുട്ടെന്നറിയില്ലേ? ആയുഷ്കാലം കോടതി കയറാനും കുടുംബം വിൽക്കാനും. വീടും പെരേടോ ആണോ അതോ ഭാര്യയും ഭർത്താവിനെ വിൽക്കാനാണോ? എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലല്ലോ. കുടുംബം വിൽക്കാൻ തയ്യാറായിക്കോണമെന്നാണ്. അപമാനത്തിനും ഏറ്റുകൊണ്ടിരിക്കുന്ന അപമാനത്തിനും തലമുടി നാഴിര കീറി കണക്ക് ഞാൻ പറയിപ്പിക്കും. ഇവക്ക് നരകത്തിലായിരുന്ന ജോലി. നരകത്തിലാണല്ലോ ഇങ്ങനെ തലമുടിയൊക്കെ നാഴൊക്കെ വലിച്ച് കീറി വെച്ചിട്ട് ഉള്ള കസർത്ത് പറയണത്. എനിക്ക് വയ്യ, ചുമച്ചിട്ട് പാടില്ല. ഇച്ചിരി നേരം അടങ്ങിയിരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല ഈ കൊച്ച്. അതായത് ഉത്തമ, എന്റെ ഒരു ചെറിയ സംശയം ചോദിക്കാൻ വന്നാണ്. എന്താണാവോ ഈ കള്ളക്കേസ്? ആരെപ്പോ ഇവക്കെതിരെ കള്ളക്കേസ് കൊടുത്ത? ആരത്? അത്ര അഹങ്കാരോ? ആരോടെ ഇവക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നത്? അല്ല പിന്നെ. അപ്പോ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിത് കളഞ്ഞു എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. മലപ്പുറം SP ഓഫീസിൽ ഒരു കേസ്, 2 ഹൈക്കോർട്ടിൽ ഒരു കേസ്, പോത്തുക്കൽ ക്രൈം നമ്പർ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. DTWP കേരള ഹൈക്കോർട്ടിൽ വേറൊന്ന്, വീണ്ടും കേരള ഹൈക്കോർട്ടിൽ വേറൊന്നും, വീണ്ടും കേരള ഹൈക്കോർട്ടിൽ ഒരെണ്ണം, വീണ്ടും കേരള ഹൈക്കോർട്ടിൽ ഒരെണ്ണം. മലപ്പുറം DYSP SB പെറ്റീഷൻ നമ്പർ 191 മലപ്പുറം SP-ക്ക് വീണ്ടും ഒരു പെറ്റീഷൻ അല്ല കേട്ടോ, ഇതെല്ലാം FIR ആണ്. FIR, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, കേരള വനിതാ കമ്മീഷൻ, കേരള ഹൈക്കോർട്ട്, മ്യൂസിക്കലാണ് ഇതെല്ലാം. മാതിരി ഉണ്ട്. എനിക്ക് വായിക്കാൻ വയ്യട്ടോ, ഇഷ്ടമാതിരി ഉണ്ട്. ഞാനിത് ടൈം ലൈൻ ഇട്ടേക്കാം, കണ്ടോ? ഇത് മുഴുക്ക അവളുടെ കേസ് നമ്പറുകളാ. ഇതിപ്പോ 18 അതിന്റെ ഇപ്പുറത്തോട്ടുണ്ട്. ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടേക്കാം. മുമ്പ് പോസ്റ്റ് ചെയ്ത് ഇട്ടിരുന്നു. പിന്നെ ഒരു 30 ഡീറ്റെയിൽ ആയിട്ട് വിവരാവകാശ നിയമപ്രകാരം എടുത്ത സംഗതിയാണിത്. കേസ് നമ്പർ ഉൾപ്പെടെ. ഇതെവിടെയൊക്കെയാണെന്ന് കേൾക്കണ്ടേ? തൊടുപുഴ പോലീസ് സ്റ്റേഷൻ, ഇടുക്കി ഡിസ്ട്രിക്ട്, പാലോട് പോലീസ് സ്റ്റേഷൻ, TVM റൂറൽ, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ, തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ, കരിംകുന്നം പോലീസ് സ്റ്റേഷൻ, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ, എട്ടുവാനൂര് പിന്നെ നമ്മള് ഫേമസ് അല്ലേ, ഉപ്പുതുറ പോലീസ് സ്റ്റേഷൻ, കുറുവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ. അല്ല, ഇതൊക്കെ ഇത്രയും കേസുകളെല്ലാം കൂടെ കള്ള കേസാണ്. 1-2 കേസൊന്നും അല്ല, 10-47 കേസുണ്ട്. എല്ലാം കള്ള കേസാ. എന്റെ ബോട്ട് ചട്ടിയ ആവശ്യമില്ലാത്ത അനാവശ്യമായി ഓരോരുത്തരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി ഇതൊന്നും പോരാണ്ട് കേസൊക്കെ തീർന്ന. എടി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്നതാണ്. ചൊറിയും കുത്തി ഒരു മൂല ഇരുന്ന 5 പിള്ളേർക്ക് വല്ല അഞ്ഞോ പുഞ്ഞോ ഉണ്ടാക്കി കൊടുത്തൊരു മൂലയെ കുത്തിയിരുന്ന. അപ്പൊ നിന്നെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, പോയി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏർപ്പാട് ചെയ്തിട്ട് ഒരു മുറി ഉണ്ടാക്കി വെക്കാനായിട്ട്. നിന്റെ മോക്കെന്തരാ കുഴപ്പം വരാൻ പോണെന്നല്ലേ നീ എഴുതിയിട്ടിരിക്കുന്ന? മായോ കായോ പൂയോ ഒക്കെ ചേർത്ത് വെച്ചിട്ട്. എടി, അതിനുള്ള വല്ല വകുപ്പ് ആലോചിക്കാതെ നീ ആരെയാടി ഈ വെല്ലുവിളിക്കുന്നേ? 1-2 കേസാണ്. മനുഷ്യന്റെ പേർക്ക് ഒരു കേസ് വന്നാൽ തന്നെ തനിച്ച് തലയ്ക്ക് ഭ്രാന്തെടുക്കും. 47 കേസും വെച്ച് തലഭ്രാന്ത് കൊടുത്ത് നടക്കണം. നീ ആരെയാടി വെല്ലുവിളിക്കണേ? ഇന്നെയാണാ? എന്നെ ആണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരാം. പിയോമായി അങ്ങ് അടങ്ങ് കേട്ടാ. ഒരു പൊടിക്ക് ഒരല്പം. കേൾക്കുന്നവർക്ക് കഥ മനസ്സിലായില്ലെങ്കിൽ അവളുടെ ടൈം ലൈൻ പോയി നോക്കൂ. ദേ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. വെല്ലുവിളിയാ. ആരൊക്കെയാണ് അവളുടെ ശത്രുക്കളെന്ന് വെച്ചാൽ എല്ലാവരും പോയി 1 കിലോ കടുക് വീതം വാങ്ങിക്കുക. എന്നിട്ട് കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കുക. അല്ലെങ്കിൽ കുടുംബം വെക്കേണ്ടി വരുവേ. അമ്മച്ചി കോടതി കയറ്റി ഊപ്പാട് വരുത്തിക്കുവേ. ഇവിടെ ദുബായില് ആരുണ്ടായിരുന്നു പറഞ്ഞത്? ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ആരെല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു.
KMCC-കാരെല്ലാരും ഓടിവായോ എന്ന് പറഞ്ഞിരുന്നു. ഇന്റർപോളിനെ പ്രത്യേക സ്ക്വാഡൊക്കെ വെച്ചിട്ട് അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. എന്നിട്ട് ഇവരെ ആരും കണ്ടില്ലല്ലോ മോളെ. ഇനിയിപ്പൊ കുടുംബം കോടതി വിട്ടിട്ട് ഞാൻ കോടതി കയറണല്ലോ, സോറി, കുടുംബം വിട്ടിട്ട് കോടതി കയറണോ? എന്തുവാടി ഇവളെ കൊണ്ട് ചെപ്പള ഞാൻ കുത്തി കയറും. ഇവക്ക് പ്രാന്താണ്, മുഴുപുരാന്ത്. അതിന്റെ കൂടെ കുറെ ഡാഷ് മക്കൾ അതിന്റെ പോയി തിന്നിട്ട് ആന കോന ചേന. എന്തൊരു ധൈര്യം പകരല്ലെന്ന് വെച്ചാൽ ഇനി അങ്ങാറ്റം പറയാനൊന്നുമില്ല. ഇനിയിപ്പൊ ഇവളാണ് ഇവിടെ ഇനിയിപ്പൊ എന്തോന്നത്. ഇവള് മാധ്യമ പ്രവർത്തകയല്ല. ഫസ്റ്റ് തിങ്, വ്യാജ ജേർണലിസ്റ്റ് എന്നൊരു 100 വട്ടം വന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോ എന്തിനുള്ള ആഹ്വാനം എന്നറിയില്ല. പ്രവാസികളെ ആകെ കൊറോണയൊക്കെ പിടിച്ച് മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ട് കടത്തിന്റെ മേല് കിടവുമായി മനുഷ്യനില്ലാത്ത കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ആ കടമൊന്ന് റിക്കവറി ചെയ്ത് ഒന്ന് മനുഷ്യൻ ശ്വാസം വിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. തുടങ്ങിയില്ല അവിടെ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവൾക്ക് ശത്രുക്കളുണ്ട്, അത് വാസ്തവമാണ്. അവരെല്ലാരും തന്നെ കൊണ്ടുപോയി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്, ഇവൾക്കെതിരെ ചീറ്റിംഗ് കേസുകളുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് ഇവള് പറഞ്ഞാൽ പോത്തുകൽ സ്റ്റേഷൻ പരിധിയിലിട്ടല്ലേ നാട്ടുകാരല്ലേ പിടിച്ചത്? നമ്മളും ഒക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? നമ്മളെ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ? ഇതെന്തിനാടോ ചുമ്മാ നടക്കുന്ന ഒരു സ്ത്രീയെ എല്ലാവരും കൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു? ഇവളാര് ക്രിമിനലാ? ഐ മീൻ വല്ല മാവോയിസ്റ്റോ ഗുണ്ടയോ? എന്തിനായിരിക്കും ഇവർക്ക് ഇത്രയും കേസ് വരിക? ഒരാളെ കൊണ്ട് ശത്രുത ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ചധികം പേരോടെ കൊണ്ട് 47 കേസൊക്കെ വരാനും മാത്രം എന്തോ ശത്രുതയാ? എന്തിനാ ഇവളോട് ശത്രുത വെക്കുന്നത്? ആകെ പറഞ്ഞോണ്ട് കിടന്നത് ആ ചങ്ങനാശ്ശേരിക്കാരി അമ്മായി എന്ന് പറഞ്ഞിട്ട് ആ പാവസ്ത്രീയായിരുന്നു. ഇവളാ വെപ്പാട്ടന്റെ കെട്ടിയോള. അത് പോയി, അതിന് കൊറോണ വന്നു, അത് ഭരിച്ച് പോത്തായി. ഇനി അതിന്റെ തലയിലോട്ട് വെച്ച് കയറാനൊക്കത്തില്ല. പിന്നെ ഇനി ആരെ തലയിലോട്ടാണോ എന്തോ എനിക്കറിയത്തില്ല. ഇതെന്തിനാ ഈ കിടന്ന് ഡ്രാമ അടിക്കണേന്ന് അറിയാൻ വയ്യ. നമ്മള് പോട്ടെ, പിഴച്ചു പോട്ടെ, എങ്ങനെയും കിടന്ന് പൊന്നോണ്ട് പോട്ടേന്ന് വെച്ചിട്ട് അങ്ങ് കളയുമ്പോ ഉച്ചയിൽ കയറി നിരങ്ങുക. ഒരു 2 വീക്സ് ബിഫോർ എന്റെ ഇൻബോക്സിൽ വന്നിരുന്നു. അയ്യോ, പറയാൻ ഇനി ഒന്നും മിച്ചമില്ല. എന്റെ കെട്ടിയവനെ സൂക്ഷിച്ചോളാനാ പറയണേ. ഞാൻ ഏതോ ഒരു സിനിമയിലെ നടിയെ പോലെ കെട്ടിയവനെ ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഇതാണ് അങ്ങനെ പിടിച്ചു വെച്ചതാണ്. കൂടെയുള്ള ബപ്പാട്ടൻ, ആ ഓർമ്മയിലാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ എന്റെ മോന് പെണ്ണു കൊടുക്കൂല. അയ്യോ, എനിക്കറിയത്തില്ല. കിരിയിരിപ്പ് തീർന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇൻബോക്സിൽ കിടന്ന് കിരിയിരിക്കുന്നതേ ഉള്ളൂന്ന്. ഇതിപ്പോ ഔട്ട് ബോക്സിലും വന്നിട്ടുണ്ട് കിരിയിരിപ്പ് തുടങ്ങുകയാണ്. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഐസ്ക്രീം കഴിക്കാൻ പോയി. ആരില്ല, നമ്മുടെ അങ്ങേരി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങ് ഇറങ്ങി പോന്നു. കേസൊക്കെ വന്നു. റജീന മേഡം ഘോരം പ്രസവിച്ചു. പ്രസവിച്ചു, അതും വേറെ പ്രസംഗിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി? കേസ് എന്തായി? ഒത്തുതീർപ്പായോ? അല്ല, കേസ് എടുത്തു കളഞ്ഞു. കേസ് എടുത്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം തിന്നില്ലേടേ? തിന്നു, ഐസ്ക്രീം തിന്നു. അതുപോലൊരു കേസ് കെട്ടാണ് ഈ വ്യാജ ജന്മമര നാറിയിടത്. ദയവേത് പ്രവാസികളെ 10 പൈസ അയച്ചു കൊടുക്കരുത്. 5 പിള്ളേർക്ക് തിന്നാൻ പൈസ ഇല്ല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ ഇൻബോക്സിൽ ഒന്ന് പറയണം. രോഗമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, 10 പൈസ വേണോന്നായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ ഉള്ളവളാണെങ്കിൽ ഈ എഴുത്തെഴുതി എവിടെ ഇടുമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെറുതായിട്ടൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പിന്നെ മൂമാക്കളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴുത്തകളാണല്ലോ. അയച്ചൂട്. വെൽക്കം നോട്ട് ഇട്ടുണ്ട് അവിടെ കാത്തിരിപ്പുണ്ട്. ഇനിയിപ്പൊ ഗുണ്ടായുസത്തിനാ ഒരാൾ ആഹാരം കഴിക്കാൻ പൈസ ചോദിക്കുന്നതും ഒരാൾ ജീവിക്കാനും അവരുടെ ജീവിത മാർഗത്തിന് കാശ് ചോദിക്കുന്നതും ഗുണ്ടായുസത്തിന് പൈസ ചോദിക്കുന്നതും ഇപ്പൊ മനസ്സിലായില്ല. ഇതിൽ ഞാൻ നേരത്തെ പാട്ടുപാടി എല്ലാവരുടെ അടുത്തും പറഞ്ഞത് ഇതാണ് കഥ നടക്കുന്നത്. മഹാ ഫ്രോഡ് സ്ത്രീയാണതെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? വെല്ലുവിളി കണ്ടില്ലേ? 47 കേസ് തന്നെ വാദിച്ച് തീരെ എവള തായ്വഴിയിലുള്ളവരെല്ലാരും നിരങ്ങണം. കോടതി കയറി ഇറങ്ങി. അവളാണ് നമ്മളെ നിരക്കാൻ നിൽക്കുന്നത്. എന്തൂട്ട് കഥയില്ലായ്മയാണ് ഈ വിളിച്ചു പറയണമെന്നറിയാമോ? ഇതിന് ഭ്രാന്താണ്. ബൈപ്പോളർ ഡിസോർഡർ രോഗം അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുകയാണ്. എന്തോന്നടി, ഒരു കട്ടൻ ചായ അടിച്ചോണ്ടിരുന്നിട്ട് അവള് പറയണ. പിന്നെ ഞാനേ നിർത്തിവെച്ചത് എന്താണെന്ന് അറിയാമോ മോളെ? പിയോമായി ഞാൻ നിർത്തിവെച്ചാണെന്നറിയാമോ? എന്റെ സംസ്കാരത്തിന് ഇത് ബാധിക്കുന്നുണ്ടേ. ഞാൻ നിന്നോട് സംസാരിക്കാൻ നിനക്കെതിരെ വല്ല പറയണമെന്ന് പറയുമ്പോ പച്ചത്തെറിയ എന്റെ വായിൽ വരുവോളെ. അതുകൊണ്ടാണ് അത് വീട്ടിൽ വിളിച്ചിട്ട് ഇച്ചിരി ഒന്ന് അടങ്ങിക്കളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങ് അടങ്ങിയതാണ് കേട്ടാ. അല്ലാണ്ട് നിന്നെ വിട്ടിട്ടൊന്നുമില്ല. നീ ചെയ്ത ചെയ്തിനുണ്ടല്ലോ, ഞാൻ അവിടെ തന്നെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ഈ കോടതി ഇനിയിപ്പോ കോടതിയിലേക്കായ ദുബായിൽ നിന്നാ പറയും നാട്ടിലോട്ട് വരാൻ, നാട്ടിൽ നിന്നാ പറയും ദുബായിലോട്ട് വരാൻ. ദുബായിലോട്ട് പോകാൻ പറ്റത്തില്ല, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ഞാൻ തീർത്ത് കളയും. അല്ല, വൈസ വേഴ്സയാണ്. അതായത് ഇപ്പൊ ദുബായിൽ നിൽക്കുകയാണെങ്കിൽ അവളെ ഞാൻ ഈ നാട്ടിൽ ഇറങ്ങൂലെന്ന് പറയും. ഇനി ഞാൻ നാട്ടിലാണ് നിൽക്കാൻ അവളെ ഞാൻ ദുബായിലേക്ക് വിടത്തില്ലെന്ന് പറയും. മനസ്സിലായില്ലേ? ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത വർത്തമാനമേ ഉള്ളൂ ഈ സത്വത്തിന്. ഇതൊന്നും പോരാനിട്ട് വെല്ലുവിളിയും കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്.
ദയവ് ചെയ്ത് ഞാനിത് വന്ന് പറയണോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ദയവ് ചെയ്ത് പൈസ അയച്ചു കൊടുക്കരുതേ പൊന്നു മക്കളെ. നിങ്ങൾ നായ്പടാ പാടുപെട്ടുണ്ടാക്കുന്ന പൈസയാണ്. കൊറോണ വന്നപ്പം തന്നെ മനസ്സിലായില്ലേ, പ്രവാസി ആയിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഉള്ളവരായിരുന്നാലും എല്ലാവർക്കും ട്രബിൾ വരുന്നതാണ്. അല്പം സ്വല്പം ചേർത്ത് വയ്ക്കാൻ നോക്ക്. ചാരിറ്റിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. സ്വയം ചെയ്യുന്നതാണ് നല്ല ചാരിറ്റി. ഇതുപോലുള്ള മാരണങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കല്ലേ. അവള് വെറും കള്ളിയല്ല പെരുങ്കള്ളിയല്ല മഹാ ക്രിമിനൽ ആണെന്നല്ലേ ആ എഴുതിയിട്ടിരിക്കുന്നതിന്റെയൊക്കെ അർത്ഥം. അവിടെ പോയി അവളെ നല്ലത് പഠിപ്പിക്കാൻ പോകുന്നതിലും ഭേദം വേറെ എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്താണ് എന്റെ പണി. ഞാൻ അവളെ ഫോളോ ചെയ്യും. അത് ഞാൻ നിർത്തൂല, ഞാൻ പറഞ്ഞില്ലേ. അത് ഇനി നിർത്താൻ പാടില്ല. എനിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലേ. അവള് വിചാരിച്ചത് എല്ലാരെയും ഇങ്ങനെ ചോണ്ടിക്കളിച്ചിട്ട് ഓടുമ്പം അതുപോലെ അവൾ അങ്ങനെ സേവ് ആകുന്നു. അങ്ങനെയല്ല. മരണം വരെ ഞാൻ അവളെ വെറുതെ വിടൂലെന്ന് ഞാൻ പറയുന്നില്ലേ. അവൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അവളോട് പറഞ്ഞാൽ പോരെ എന്നുള്ളതുകൊണ്ട് മിണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ വേറൊരു അന്യായ തളരും തള്ളിക്കൊണ്ട് വന്നു. 3 നിലയിലുള്ള മറ്റേ തോപ്പിൽ ബംഗ്ലാവ് ഉത്കടിച്ച് അതിനകത്തൊരു മുറിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് മോളെ കാര്യം പറയണത്. ഇവക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ല. സാമൂഹ്യ പ്രവർത്തകയെന്ന് പറഞ്ഞിട്ട് ഇവളെ ഇറങ്ങി അവളെ ചൂലുകൊണ്ട് അടിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഒന്നാമത് ഒരു സ്ത്രീക്കെതിരെ പറയുമ്പോ നമ്മൾ തെറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. നമ്മൾ അയലൊക്കെ കിടന്ന് വഴക്കൂടുമ്പോ അതും ഇതൊക്കെ പറയാം. ഇവിടെ ചെയ്ത ചെയ്ത്തുകൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്നെ ഒന്നും എടുത്ത് ആലോചിച്ച് നോക്കിക്കാണ്. എന്റെ മോർഫ് ചെയ്ത ചിത്രം എത്ര എടുത്ത് കൊണ്ടുപോയി. ഇവിടെ സ്ത്രീയാണോ? 3 കുട്ടികളുടെ അമ്മയാണോ എരുമ? ആണോ? നിങ്ങൾ എന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കും. എന്താ ചെയ്യും? 10 പൈസ അയച്ചു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പൈസ അയച്ചു കൊടുക്കാനുള്ള ആദ്യം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ബാക്ക് എന്നുള്ള രീതിയിലാണ് വന്നത്. ഇവളെ എന്റെ കൈ കിട്ടുന്ന ദിവസം ഇവള് ബാക്ക് ശരിക്കും ഇവക്ക് ബാക്ക് മനസ്സിലാവും. തല ഇങ്ങനെ പിടിച്ച് തിരിച്ചു വെച്ചു കൊടുക്കും ഞാൻ. അപ്പൊ ബാക്ക് നല്ലപോലെ അവള് കാണും. അല്ലാണ്ട് ഇവള് പറയുന്ന കണക്ക് ഒരു കുന്തോ ഒരു പിണ്ണാക്കും ഇല്ല. 47 കേസ് ഇതാ തെളിവ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പറയണ. വെറുതെ വിളിച്ച് പറയണല്ല. അവൾക്കെതിരെ പറയണ ഒരു അലിഗേഷൻസും വെറുതെ പറയണല്ല. വിത്ത് എവിഡൻസ് ഉണ്ട്. എനിക്കെതിരെ അവള് പറഞ്ഞാൽ ഒരു 0 പോലും ഒക്കെ തെളിയിക്കാനോ കൊണ്ടുവരാനോ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്നറിയാം? അങ്ങനെ സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇവള് വെറുതെ ഒരു കാര്യവുമില്ലാതെ മനുഷ്യന്മാരുടെ തലയിലേക്ക് നിങ്ങൾ ഓടിക്കേറുക. എന്താ നരസിംഹ മന്നാടിയാർ, ഷൈജു, സുകുമാർ, നാടാർ, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം കിടന്ന് ആടി പൊളിച്ച് നാട്ടുകാരെ എന്തോ സ്ത്രീ വിമോചകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണമാണെന്നൊക്കെ ഇവള് സ്വയം ഇങ്ങനെ അങ്ങ് കാണിച്ച് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ ഡെവിളിനുള്ളതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ എന്റെലേക്ക് തന്നെ വരാം. ആ മോർഫ് ചെയ്ത ഒരു കാര്യം എന്നിട്ട് പറയുന്നുണ്ട് തെറി വിളിക്കുന്നു, ഞാൻ തെറി പറയുന്നു. ഇപ്പൊ അവള് തെറി എഴുതിയിട്ടിട്ടില്ലേ? അപ്പൊ അവള് പറയണേനൊന്നും ഒരു ഇതുമില്ല. ഒരു രീതിയിലുള്ള ഒരു സംഗതിയും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ വിഷജന്തുവിന്റെ കൈയിരിക്കണെന്ന്. പിന്നെ ഇവള് ഇതിനു മുമ്പ് 2020 വിട്ട പോസ്റ്റ് ഉണ്ട്, പോയി നോക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവളുടെ മോൻ പക്ക ക്രിമിനലായ മകനെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയതിന്റെ തെറ്റാണെന്ന്. എന്റെ മോന്റെ പേർക്ക് ഒരു പെറ്റി കേസില്ല. ഒരു വഴക്കോ ഒരു തല്ലിലോ അടിപിടിയിലോ ഒന്നിലുമില്ലാത്ത ഒരു കുഞ്ഞിനെ കുറ്റിയാണ് ഈ പറയുന്നത്. അപ്പൊ എന്റെ മകനായതുകൊണ്ട് ഞാൻ അതെടുത്ത് പറയണമെന്ന്. അവന്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ വർഷം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് വല്ലതും കിട്ടിയ ഒരു ക്രിമിനൽ കേസൊന്നും വേണ്ട. ഒരു ചെറിയ ചുമ്മാ ഒരു കേസ് ഉണ്ടാന്ന് കാണിച്ചു തരാൻ പറ അവളടുത്ത്. ഒന്നുമില്ലാത്ത ഒരു കുട്ടീനെയാണ് ക്രിമിനൽ എന്ന് പക്കയ്ക്ക് പറയുന്നത്. അപ്പൊ ഇവൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിയോട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു ഞാൻ വിവാഹം കഴിച്ച് 2 വർഷം ആകുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഒറ്റയ്ക്കല്ലേ നിന്നത്. ഇവൾ എനിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വിധവയായ 2 കുട്ടികളെയും കൊണ്ട് കാല് സ്വാധീനമില്ലാതെ കഷ്ടപ്പെട്ട് അത്രയും പ്രാരാബ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ അറ്റാക്ക് ചെയ്തത്. ഇവക്കെന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്? വിഷം എന്ന് പറഞ്ഞാൽ അങ്ങാറ്റം വിഷം നിറഞ്ഞൊരു ജന്തു. അപ്പൊ ഇവൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബം കലക്കുക, എങ്ങനെയെല്ലാമോ അവരെ ടോർച്ചർ ചെയ്യാമോ, ഫോളോ ചെയ്ത് പിടിക്കുക, അങ്ങേയറ്റം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ബാക്കിയുള്ളവരെന്താ വായിൽ കയ്യിൽ വെച്ചോണ്ടിരിക്കും, ഇങ്ങനെ അയച്ചോണ്ടിരിക്കണോടി. അടിച്ചവളെ ചെവിട്ട് നീതി വരുത്താൻ ആണുങ്ങളില്ലാത്തതുകൊണ്ടും പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ടും സ്ട്രോങ് പെണ്ണുങ്ങളില്ലാത്തത് കൊണ്ടും ഇവിടെ ആയിപ്പോയതാണ് അവളുടെ സേഫ്റ്റി. അത് ഞാനല്ലേ പറയേണ്ടതല്ല, നീയാണ് പറയണത്. കുടുംബം വിൽക്കാനാണ്. എടി 1 സെന്റ് ഭൂമി ഉണ്ട് അതിന്റെ കയ്യിൽ. നീ പിന്നെ എന്തോന്ന് കെടുത്തിട്ടാണ് നീ കേസുണ്ടാക്കാൻ പോണ? ആരെടി വെല്ലുവിളിക്കുന്നത്? ഞങ്ങളെയാ? എന്നെയാണോ വെല്ലുവിളിക്കുന്നത്? ആള് മാറിപ്പോയി. പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ ഞാൻ ലൈവ് വന്നതിന് ശേഷമാണ് ഞാൻ ആ പോസ്റ്റ് കണ്ടത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവക്കെന്താ ഭ്രാന്തായോന്ന്. ഒരാൾക്കെതിരെയും ചുമ്മാ കൊണ്ടുപോയി കേസ് കൊടുക്കുവോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു റീസൺ ഇല്ല നമ്മളൊരിടത്ത് കൊണ്ട് കേസ് കൊടുക്കത്തില്ല. ഇനി അഥവാ ഈ നിയമ സംവിധാനങ്ങൾ ആരെങ്കിലും തന്നെ FIR ഇടുമോ? ചുമ്മാ ഒരു കേസ് കൊണ്ട് കൊടുത്ത പെറ്റീഷൻ ഫയൽ ചെയ്യും, നമുക്കൊരു റെസിപ്റ്റ് തരും അല്ലേ? എന്നിട്ട് കാരണക്കാരായവരെ വിളിക്കും, സംസാരിക്കും, എന്താ ഇത് നടന്നെന്ന് നോക്കും. എന്നിട്ടത് പറ്റുമെങ്കിൽ അവർ കോംപ്രമൈസ് ആക്കി വിടും. അല്ല എങ്കിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രം FIR ഇടും.
ഇത്രയും കേസ്, അതും ഒരു സ്ഥലത്തല്ലേ, ഒരു ജില്ലയല്ലേ. ഞാൻ വ്യക്തമായി ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന. മലപ്പുറം ഉണ്ട്, എല്ലായിടും, കുറുവിലങ്ങാടുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതൊക്കെ FIRകളാണ്. FIRന്റെ കോപ്പി ഞാൻ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ശരിക്കുള്ള കേസല്ല, അതെല്ലാം കള്ള കേസാം. ഇവള് പറയണതെല്ലാം സത്യമാം. മനസ്സിലായില്ലേ? ഇവള് പറയണതെല്ലാം ഭയങ്കര ട്രൂത്താണ്. ബാക്കി എല്ലാരും കള്ളത്തരവും, എല്ലാരും കൊടുക്കുന്ന കള്ളപ്പെട്ടീഷനും, ഇവളൊരു ഡീസന്റ് മാമിയും. ഈ അനുപമയുടെ കേസിന് ഒരു എക്സ്പ്ലനേഷനും കൊണ്ടുവരാം. അടി ചേരും പിടിയേ ചേരുള്ളൂ. വ്യഭിചരിക്കുന്നവർക്ക് വ്യഭിചാരത്തിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും തോന്നുള്ളൂ. നീ അങ്ങനെയല്ലേ വെപ്പാട്ടനെ കൂട്ടി പിടിച്ചു വെച്ചിരിക്കുന്നത്? അയാളെ ഭാര്യയെ അടിച്ചു കളഞ്ഞ് അയാളുടെ 2 കുട്ടികളെ അനാഥരാക്കിയിട്ട് അയാളെയും പിടിച്ച് അവിടെ വെച്ച് കാവലിന്റെ ഒരുത്തനെ ഏർപ്പാടാക്കി അവിടെ വെച്ചിരിക്കുകയല്ലേ എന്ന്. അങ്ങനെയുള്ള നീ, നിനക്ക് അനുപമയെ കാണുമ്പോ ഭയങ്കര സ്നേഹമൊക്കെ തോന്നും. അതൊക്കെ നീ വെച്ച് പുഴുങ്ങി തിന്നു. ഈ വെല്ലുവിളിയും കൊണ്ട് ഇങ്ങോട്ടം കാണാൻ വന്നു കഴിഞ്ഞാൽ പെണ്ണെ, നിന്റെ ചെവള ഞാൻ കുത്തിക്കീറുക മാത്രമല്ല, ഞാൻ വേറെ പലതും ചെയ്യും. എന്നെ കൊണ്ട് ഓരോ ചെയ്ത്തുകൾ ചെയ്യിക്കരുത്. മിണ്ടാതൊരു മൂലയിൽ ഞാൻ കുത്തിയിരിക്കണം എന്റെ പാടെ ചൂടെ നോക്കിയിട്ട്. ഞാൻ വല്ല ലൈവ് വരികയോ അല്ലെങ്കിൽ ഞാൻ വല്ല സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയോ ചെയ്യുമ്പോൾ നിനക്ക് ചൊറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതാ ചൊറിച്ചിലുകൊണ്ട് നീ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ് കേട്ടാ. അപ്പൊ നീ കുടിച്ച കട്ടൻ ചായ ഞാനും കൂടെ ഒന്ന് കുടിച്ചിട്ട് നിനക്കൊരു ചിയേഴ്സ് പറയാമെന്ന് ചോദിച്ചു. Cheers. കള്ളക്കേസാ പൊടി എച്ചക്കലനായി. അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. ഇതാരെങ്കിലും ഒന്ന് അവക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കണേ. അവള് താമസിച്ച് കണ്ടാൽ എനിക്ക് ഒരു ഇഷ്ടം വരത്തില്ല. അവള് ഡയറക്റ്റ് അപ്പോഴപ്പോഴും 5 മിനിറ്റിൽ എനിക്ക് മറുപടി വേണം. മറുപടി പറയടി, എടി മറുപടി പറ. നീ എന്നെയാണോ പറഞ്ഞതെന്ന് മറുപടി പറയടി. എന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. മറുപടി പറയടി മര്യാദയ്ക്ക്. എന്നെയാണോ പറഞ്ഞത്? എന്റെ കുടുംബം വിൽക്കാനാണോ നീ ഏർപ്പാടാക്കിയത്? നീ ചെവി നുള്ളിക്കൊന്നും എന്റെ അടുത്താണോടി? ഞാൻ ചെവി നുള്ളി, ഞാൻ കോട്ടയത്തല്ലേടി നിൽക്കുന്നത്? അലവലാതി, ഞാൻ കോട്ടയത്ത് തന്നെ ഉണ്ടടി. നീ എന്തോ വിചാരിച്ചാൽ ഞാൻ കോട്ടയത്ത് വരത്തില്ല. ഞാൻ കോട്ടയത്ത് വരൂടി, കോട്ടയത്ത് തന്നെ ഞാനുണ്ട്. അയ്യേ, കുടുംബം വിറ്റ് ഞങ്ങള് കേസ് പറയണം. നീ ഒരു പെറ്റി കേസ് പറയും എനിക്കെതിരെ. ഞാൻ ഒന്ന് കാണട്ടെ. നീ ഇവിടെ എന്താ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യടി? ഇവിടെ ഉള്ളവരൊക്കെ ചത്ത. എവിടെ ഇന്റർപോൾ? എവിടെ? ഹലോ ഇന്റർപോൾ എവിടെ? വേറെ ആർ യു? ഫിജോ വിളിച്ചിട്ട് വരാത്ത ഇന്റർപോളോ? വാട്ട് ഈസ് ദിസ്? ഹെൽ വിത്ത് യു. ബോട്ട് ചട്ടിയിൽ നിന്നെ കിടത്തി ഉറുക്കി മെല്ലെ. മോളെ യസ്മുഞ്ചി നാണുണ്ടടി. ഇടി തലേ തുണിയിട്ട് നടക്കേണ്ട, അതായത് തലേ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നിട്ട് നീ ആരടി ക്രാക്രി കുറുകുറുന്ന് പഠിപ്പിക്കുന്നേ? ഇങ്ങനെ ഒരു കഴുതപ്പെണ്ണ്. ചിരിയെങ്കിലും അടങ്ങിയാ നിനക്ക് കൊള്ളാം. ഇനിയും കൂടുതൽ നാറ്റം. നിനക്ക് എന്തൊരു നാറ്റം, എന്താരോ എന്തോ. മനുഷ്യന്റെ കൾച്ചർ പോകുന്ന സാധനമായതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങ് ഒഴിവാക്കിയത് കേട്ടോ. വീണ്ടും ചൊറിഞ്ഞോണ്ട് വരല്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും ചൊറിഞ്ഞൊരു വരവുണ്ടവക്ക്. ഒരൊറ്റ അടി തന്നുണ്ടല്ലോ. നേരത്തെ ഉടുക്കച്ചീലെ ഉടുത്തിട്ട് അവളവരാട്ടും അവരാതും. കുടുംബം വിറ്റിട്ട് കുടുംബം ഉണ്ടാക്കണം. മൊത്തം വായിച്ചു തരാം ഞാനത്. എന്നിട്ട് ഞാൻ അന്തം വിട്ട് വയ്ച്ചടാ. ചുമ്മാ ഇരിക്കുന്നത്. കുടുംബം വിൽക്കണം. കുടുംബമല്ല, കുടുംബം ഉള്ളവർക്കല്ലേ അതൊക്കെ വിൽക്കുന്നതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാവുള്ളൂ. കുടുംബവും ഇല്ല, ഒരു ഗുണ്ടവും ഇല്ല. എന്നെ കള്ളക്കേസിൽ പെടുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു, മാധ്യമങ്ങളിൽ വാർത്ത വരുത്തി. പിന്നെ ചുമ്മാ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമല്ലേ? SP-യുടെ ഒഫീഷ്യൽ സൈറ്റാണ് പേജ്. സോറി, സൈറ്റല്ല, പേജ്. അതിലുണ്ട്. ഇതേ ഇപ്പൊ റീസെന്റ്ലി ഇന്ന് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണിനെ പിടിച്ചിട്ടുണ്ടെന്ന്. അത് ഒരു ശരിക്കുള്ള പോയിന്റാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. എന്താണെന്നറിയാമോ? അതിനകത്ത് പിന്നെ ഈ കള്ളപ്പണം വെച്ചിരിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യും ഈ ഫാമിലി ദമ്പതികൾ. എന്നിട്ട് അവരുടെ അടുത്ത് പറയും കൂടുതൽ പൈസയ്ക്ക് ഇത് നമുക്ക് പലിശയ്ക്ക് കൊടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് പൈസ അടിച്ചു മാറ്റും. എന്നിട്ട് അവരെ പറ്റിക്കും. അതൊരു സിനിമ സ്റ്റൈൽ പ്രവർത്തനമാണ്. ബട്ട് സ്റ്റിൽ അതുപോലെ ഒരു പ്രവർത്തനം തന്നെയാണ് ഇത്. നഴ്സ്, ഡോക്ടേഴ്സ്, ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ ഇതാണ് ഈ പൈസ തട്ടി മാറ്റി. അപ്പൊ അവർക്ക് മനസ്സിലായില്ല, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ്. അവർ വെറുതെ വിടുവോ? അവർ കൊണ്ടുപോയി കേസ് കൊടുക്കത്തില്ലേ? വിശദമായി പിന്നീട് എടി നീ പിന്നീടൊന്നും കുറിക്കണം. നീ ഇന്ന് കുറിക്കണം. നീ ഇത് കണ്ടിട്ട് 5 മിനിറ്റിൽ നീ ഇവിടെ വന്ന് പോസ്റ്റ് ഇട്ടോണം. നീ വിശദമായി ഇപ്പൊ കുറിക്കണം. നിനക്ക് എന്തോന്നും കുറിക്കാനുണ്ടോ? നീ 47 കേസും മാപ്പാക്കിയ. എടി കാശ് അടിച്ചു മാറ്റി നീ അത് വെച്ച് കട്ട് മുടിച്ച് നാക്കി മിക്കി തിന്ന് കണ്ടവരെ പൈസ അത്രയും മോഷ്ടിച്ച് നീ വാങ്ങിച്ച് എന്റെയും പോയി, എന്റെ കാശും പോയി. എന്നിട്ട് അവരെ എല്ലാം ഒരു ബ്ലാക്ക് മെയിലിന് വേണ്ടിയിട്ട് നീ എന്തോ രാക്ഷസിയാണ്, നിനക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഈ ലൈവും കൊണ്ട് ഇറങ്ങുമെന്നുള്ളൊരു ഭയപ്പാടിൽ നിർത്തി പലരും പൈസ കളഞ്ഞിട്ട് പോയി പോട്ടേന്ന് വെച്ചു. അപ്പൊ നിനക്കതൊരു ഇളക്കരമായി നീ എല്ലാവർക്കെതിരെ ഈ കുതിരകയറ്റവും കൊണ്ട് നിന്ന് എന്നിട്ട് ഇപ്പൊ നീ ആരെയായി ഇവള് പറയണത് കളവാണെന്നുള്ളത്? ഞാൻ അതല്ലേ പറഞ്ഞു, ഞാൻ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഇട്ടേക്കാം, നിങ്ങൾക്ക് അപ്പൊ അതിനകത്ത് കാണാം. അപ്പൊ ശരി, ഒരുപാട് നേരം പറഞ്ഞ് കൊലാക്കുന്നില്ല. ആയുഷ്കാലം കോടതി കയറുന്നു.
എല്ലാ കഥ പ്രചരിക്കുന്നത്. ഒരു വാക്ക് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്കിന് തെളിവില്ല എന്ന് ഇവള് കൊണ്ടുവരികയാണെങ്കിൽ ഇവള് പറയുന്ന കണക്ക് ഞാൻ കേൾക്കാം. ഇവള് ആദ്യത്തെ ഭർത്താവിന്റെ കേസ് കേട്ട്, ഇവള് കഴുത്തിൽ സുനായി ഇട്ട് പോയ കേസ്, ഈ രണ്ടാമത്തെ കൂടെയുള്ള വെപ്പാട്ടന്റെ കേസ് കേട്ട്, ഈ സയ്യിദ് സഹീറുമായിട്ടുള്ള ഇല്ലീഗൽ കണക്ഷൻ, പിന്നെ ആ മറ്റേ കണ്ണ് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ ആ ചെറുക്കൻ സ്റ്റീഫൻ കിഴൂരിനെ വെച്ചിട്ടുള്ള ഫുൾ ഡ്രാമ, ആ വീട്ടിൽ നിന്ന പെണ്ണിന് 3 മാസം ശമ്പളം ഞാൻ കൊടുത്തത്, അവിടെ ഞാൻ താമസിച്ച ദിവസങ്ങളുടെ ഡേറ്റ്, അവിടെ എന്റെ വീട്ടിൽ കയറി എന്റെ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയ വോയിസ് റെക്കോർഡ്, പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഡ്രാമ കളിച്ചത്, ഈ പറയുന്ന 47 കേസ് എണ്ണം പിറക്കി. കുവൈറ്റിലുള്ള ഒരു സ്ത്രീയെ മാനസികമായിട്ടും അല്ലാതെയും തന്നെ അവർക്ക് കേസ് കൊടുത്തു, അല്ലാതെ അവരെ പീഡിപ്പിച്ചു, അവർ അത് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ അനു സോമരാജെന്നോ അങ്ങനെ ആരോ ഒരുപാട് കേസ് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞത് കള്ളവാണെന്ന് ഇവള് തെളിയിക്കട്ടെ. ഇത് ഒന്നുമില്ലാതെ ചുമ്മാ കണ്ണു മുടിച്ച്, എന്നിട്ട് ഇതൊന്നും പോരാതെ ഇവിടെ ആ മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടില്ലായിരുന്നു, ആ പെൺകുട്ടികളെ കൂട്ടിപിടിച്ച്. എന്നിട്ട് എവിടെ പോയി എവളുമാരെല്ലാം എവിടോട്ട് പോയി ഒളിച്ചിരിക്കുന്ന, ഞാൻ കൊണ്ടുപോയി കൊടുത്ത കേസ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നില്ലേ, അതാണ് കേസ്. അത് കൊടുത്ത എന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു ഉള്ളതാണ് കേസ്. ആ കേസ് അവിടെ കിടപ്പുണ്ടല്ലോ, അതിന് ആൻസർ ചെയ്യ്. ഇവർ കൊടുത്ത കേസ് എന്താ ഇവിടെ എടുക്കാതിരുന്നേ? ഇത് അത്ര ഹൈടെക് സിറ്റി അല്ലേ? ഇവിടെ അങ്ങനെ ഒരു കേസോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മിനിറ്റിൽ അകത്താകത്തില്ലേ? എന്തുകൊണ്ടായില്ല? എന്തുകൊണ്ടാക്കാൻ കഴിയുന്നില്ല? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു റിപ്പോർട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏതൊക്കെ രീതിയിലാണ് അറ്റാക്ക് എന്നറിയാമോ? എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞുണ്ടാക്കണേന്ന് അറിയാമോ? ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാണ്ട കുത്തിയിരിക്കണമാ. ഇവള് പറയണ എല്ലാം കേട്ടിട്ട് നമ്മൾ മിണ്ടാണ്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണമെന്ന്. എന്നിട്ട് ഇവൾക്ക് തോന്നുകയാണുള്ള ആഭാസങ്ങൾ അങ്ങോട്ട് എഴുതി വിടും, നമ്മളിത് കണ്ടിട്ടിരിക്കണം. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നീ നിന്റെ ഈ എഴുത്തുകുത്തും കൂടെ ഞാൻ നിർത്തി തരാടി. നിനക്ക് ഇത്തിരി അഹങ്കാരമല്ല, ഇത്തിരി കൂടിയ അഹങ്കാരമാണ്. കുടുംബം വിൽക്കേ നക്കിതിനൊന്നും അല്ലുപ്പില്ലെങ്കിൽ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടെന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യൻ കടവും ധനവും വാങ്ങിച്ച് എങ്ങനെയും ജീവിക്കാൻ പെടുന്ന പാട്. അതിന്റെ ഇടയ്ക്കാണ് അവളവിടെ ഒരു കേസും തേങ്ങയും. കൊണ്ടുപോടി കേസ്, നീ കൊണ്ടുപോവാ. നിന്റെ കേസും കൊണ്ട് നീങ്ങി വാ വലത്തായി. അപ്പോഴല്ലേ ഇരിക്കുന്നത് കേസാ. ഇവളെ കേസെങ്ങാണ് ഏതെങ്കിലും പോലീസുകാരെടുത്ത് ആ പോലീസുകാർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും ഞങ്ങള്. കുറെ ആയല്ലോ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇനി എന്റർടൈൻ ചെയ്യുന്ന പോലീസുകാർക്കാണ് തല്ലു കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം കേസും പ്രശ്നങ്ങളും ആയിട്ടും ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ഇരുന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവളെ പിടിച്ച് അകത്തിടാൻ പോലീസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ നിയമ സംവിധാനത്തിനല്ലേ ഇവിടെ ചോദ്യം ചെയ്യുന്നേ? ഇത്രയും FIR റിപ്പോർട്ട് കളവാണെന്ന് പറയുമ്പോ എന്തുവാ നിയമം? ചിലപ്പോ സ്വപ്നം ഇറങ്ങിയിട്ട് ഇതുപോലെ പറയും. സരിത ഇങ്ങനെ എന്നാ പറഞ്ഞത്, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഞാൻ പിന്നെ കമ്പനിയാണ് കൊടുക്കണം, ഞാനൊന്നും കൊടുത്തില്ല. അല്ല പിന്നെ അതിനുശേഷം എന്തൊക്കെ വെളിയിലിറങ്ങി, എന്തെല്ലാം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെളിയിലിറങ്ങി, എന്തെല്ലാം കഥകൾ പുറത്തു വന്നു. ഇതെന്താണെന്നറിയാമോ? ഇവള് പിടിക്കുന്ന ആളുകള് അങ്ങനെയുള്ളവരാണ്. മാനം നോക്കും, പ്രസ്റ്റീജ് നോക്കും. ഞാനൊക്കെ എന്നെ സൂയിസൈഡ് ചെയ്യേണ്ട കേസാണ് ഈ പന്നിക്കോർന്നുള്ളു കാണിച്ച വേലയ്ക്ക്. സത്യമായിട്ട് വേണ്ട എന്ന് വെച്ചതാണ്. നാണം കെട്ട ലൈവ് ഇടരുത് എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ കൺട്രോൾ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ നിർത്തിവെച്ചത്. സീരിയസ്ലി ഞാൻ നിർത്തിവെച്ചത് അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിത് വേണ്ട, നിയമം ആ നിയമ വഴിക്ക് പോട്ടെ. എല്ലാവരും എന്നോട് ചോദിച്ചു നിയമ വഴിക്ക് പോയിക്കൂടിയിരുന്നു. എന്ത് നിയമമാണെന്ന് പറയണേ? 2019 തൊട്ട് നിയമത്തിന്റെ പുറകെ കിടന്ന് തൂങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും ആവുന്നുണ്ടോ? അപ്പൊ അവള് പറയും കള്ളക്കേസാന്ന്. ഇപ്പൊ എന്റെ കാര്യം തന്നെ ഒരു എവിഡൻസോടെ കൊണ്ടുവന്നില്ലേ? കൊടുത്തില്ലെന്നാ? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നേ 3 ഞാൻ റെസീപ്റ്റ് വെച്ചാൽ എന്റെ കയ്യിലുണ്ട്. അത് FIR പോലും ഇടുന്നില്ല അവര്. ഞാൻ കേസ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അവരെന്നോട് അഡ്വൈസ് ആണ് ചെയ്യുന്നത്. അതൊരു ചാക്കടയാണ്. ഐ മീൻ കുപ്പ, അഴുക്കുചാലാണ്. അതിനകത്തേക്ക് നിങ്ങൾ പോകരുത്. ബാബോയ കോടാലിയാണ്. നിങ്ങൾ ഇവിടുന്ന് പോകൂ, നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകൂ, നിങ്ങൾ അവളോട് കിടന്ന് ഫൈറ്റ് ചെയ്യല്ലേ, അവൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പോലീസുകാരൻ തന്നെ പേടിക്കുന്നത്. അത് അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടാവും. ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് പഞ്ചാരടിച്ച് വർത്താനം പറയും. ഞങ്ങൾ തിരിച്ചതുപോലെയൊക്കെ ആളുകളടുത്ത് പോയി കൊഞ്ചി കുഴഞ്ഞു പറഞ്ഞാൽ പിന്നെ അവരെന്തോ ഈ പോലീസുകാരൊന്നുണ്ടോ, സാധാരണ മനുഷ്യരൊന്നുണ്ടോ? കുഴയാനും കുണുങ്ങാനും ആടാനും ഒരു ചാട്ടം ഒരു കുണുക്കലും ഒക്കെ ഉണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ആളുകൾ അതുപോലെ അങ്ങോട്ട് വീഴും. ആ വീഡിയോ എടുത്തു വെച്ചിട്ട് അവന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. പിന്നെ എന്തോ ചെയ്യും? ഇത് എന്നോട് പോലീസുകാർ പറഞ്ഞതാണ്. ഇവളുടെ തന്തയെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഇവള് കാണിച്ച ഡ്രാമ ഞാൻ ഇതൊക്കെ യൂട്യൂബിൽ പിടിച്ചിട്ടിട്ടുണ്ടെന്നേ. എനിക്ക് ഭയമുണ്ട് എങ്കിൽ ഇത്തരം ഒരു അലിഗേഷൻസ് ആണോ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ വ്യക്തതയോട് പറഞ്ഞ് ഇതിന്റെ എവിഡൻസോട് കൊണ്ടുവന്ന് ഞാൻ ഇത് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടുമോ? ഞാനിത് കളയത്. ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതിന്റെ മെയിൻ റീസൺ തന്നെ എന്റെ IDs ഓരോന്നായിട്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ്ലി ഇതിന്റെ 6ാമത്തെ ID ആണ്. ഇത് ഞാൻ പേജിലേക്ക് ആക്കിയത് അതുകൊണ്ടാണ്. 6 ഐഡിയോളം പൂട്ടലാണ്. കഴിഞ്ഞ ആഴ്ച ഒരു റീസണുമില്ല, ഒന്നുമില്ല. ഞാൻ ആകെ ന്യൂസുകൾ മാത്രമാണ് ഞാൻ എഴുതിയിടുന്നതോ അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യണതോ. എന്നിട്ട് എന്റെ ഐഡിയ എന്തിനാ പൂട്ടണേ? റീസൺ പറ. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയോ എന്തെങ്കിലും ഒന്നുമില്ല. ആരും എനിക്ക് ശത്രുക്കളില്ല, ഒരു കാരണവും ഇല്ലാതെ. ഞാനും അതും നവംബർ 12 ഹസ്ബൻഡ് ഒരു സ്നേഹത്തോടെ ഒരു കുറിപ്പ് എഴുതിയിട്ട് സഹിച്ചില്ല. കാളി ഉടനെ കൊണ്ടുപോയി
അതാണ് അവസ്ഥ. പിന്നെ ഇൻബോക്സുകൾ തോറും എന്റെ ഏത് ഇതിനകത്തോലെ ഇൻബോക്സുകൾ തോറും നിരക്കലുണ്ട് ഇൻബോക്സുകൾ. ഇപ്പൊ ഞാൻ റീസെന്റ്ലി ഒരുത്തന്റെ കാര്യം അവിടെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അവൻ വന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഫിജോ തന്ന വീഡിയോസും ഫോട്ടോസും എന്റെ കയ്യിലുണ്ട്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, വാ നമുക്ക് ഒന്നിച്ച് താമസിക്കാം, ഫ്ലാറ്റ് റെഡിയാക്കി തരാം, ഞാൻ വാടക കൊടുത്തോളാം എന്നാണ്. അപ്പൊ ആ അറ്റാക്ക് ഇതുവരെ തീർന്നിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവള് ഇൻബോക്സ് അറ്റാക്കാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന് തിരിച്ച് റിയാക്ട് ചെയ്യണ്ട, പോട്ടെ മിണ്ടായിരിക്കാം, ഒന്നും പറയണ്ട, വിട്ടേക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ഇപ്പൊ പബ്ലിക്കിൽ കൊണ്ടുവന്ന് തോന്നിയാസം എഴുതി വെച്ചാൽ മിണ്ടായിരിക്കാൻ പറയല്ലേ. ഈ ഡീസൻസി അവളുടെ കാര്യത്തിൽ ആരും എന്റെ എക്സ്പെക്ട് ചെയ്യണ്ട. അവളെ കാര്യം വരുമ്പം എന്റെ ഒരു സ്വഭാവം, എന്റെ നോർമൽ സ്വഭാവമേ മാറിപ്പോവും. ഞാൻ വേറും കൂറയാവും. അവളെ ഞാൻ കൊല്ലും. പിന്നെ എന്റെ അടുത്ത് വിനു പറഞ്ഞിട്ടുണ്ട്, കിടന്ന് കൊല്ലും പിച്ചു മന്തു എന്നൊന്നും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ കുടുംബം വിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അവളെന്റെ കുടുംബം അടിച്ചു മാറ്റാൻ നോക്കിയതാണ് ഈ പ്രശ്നം അത്രയും വന്നതും. 1,30,000 രൂപ കൂടെ കള്ളി എടി, എന്റെ പൈസ താടി എടി, കാട്ടു മിരാണ്ടി എടി, മൂഞ്ചി എന്റെ പൈസ താടി, എന്റെ പൈസ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നവരുണ്ടല്ലോ. എന്റെ കാശ് വാങ്ങിച്ചതാ മര്യാദക്ക്. ഞാനത് ബാങ്കിലിട്ടെങ്കിൽ ഇപ്പൊ എത്ര രൂപ പലിശ കിട്ടിപ്പോയേനെ. എന്റെ കുട്ടികൾ നിന്നെ കാശ് കൊണ്ടുപോയി വെടി എവിടെയൊക്കെ കൊണ്ട് നടന്ന് തിന്നിട്ട് പിന്നെ എന്റെ അടുത്ത് കഥ പറഞ്ഞോണ്ട് വരല്ലേ ദേവി. ഇത് വിഷ്ണു കുഞ്ഞ് ഞാൻ തള്ളാണോ? ഓക്കെ, എന്നാ ഞാൻ നടത്തി. ഗുഡ് നൈറ്റ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ചാടിക്കടിച്ചെങ്കിൽ എന്തെങ്കിലും മോശമായി പറഞ്ഞായിട്ട് തോന്നിയ സൗകര്യമില്ല മാറ്റി പറയാനായിട്ട്. ഇങ്ങനെ തന്നെ പറയും, ഇനിയും പറയും.